അപ്പോൾ നമുക്ക് അടുത്തതായി പോകേണ്ടത്, നമ്മളൊക്കെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ പൊടി പൊടിച്ച് സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, വീട്ടിൽ പോയി കഴിച്ചു എന്ന് പറഞ്ഞു, അതുപോലെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു, ഇനിയും കേക്ക് കഴിക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകളുണ്ട് നമ്മുടെ ചുറ്റുമുള്ള, സ്വന്തം പേര് പോലും ഓർത്തെടുക്കാൻ കഴിയാതെ ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ. ആഘോഷങ്ങൾ അവർക്കും അവകാശപ്പെട്ടതാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള കൊല്ലം വിളക്കുടിയിലെ സ്നേഹതീരത്തെ റോസലിൻ സിസ്റ്ററുടെയും അന്തേവാസികളുടെയും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അഷിൻ ഡിയാഗോയാണ് നമുക്കൊപ്പം ഉള്ളത്. അഷിൻ ഡിയാഗോ, മെറി ക്രിസ്മസ്. എല്ലാവരുടേതുമാണ് ക്രിസ്മസ്. എനിക്കൊപ്പം 2 വൈദിക സഹോദരങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെയും ബ്രോസ് ആണ്, ഫാദർ വിപിൻ ബ്രോയും ഫാദർ വിനിൽ ബ്രോയും. അഷിൻ, ഞങ്ങളുടെ 3 പേരുടെയും പിന്നെ നമ്മുടെ എൻ്റെ ടീമിൻ്റെയും മെറി ക്രിസ്മസ് അവിടെ എല്ലാവർക്കും. സുജിയ, തീർച്ചയായും എനിക്കുമുണ്ട് ഇവിടെ ഒരു സിസ്. ഇവിടേക്ക് വന്നപ്പോൾ കിട്ടിയതാണ്. ആമി എന്നാണ് പേര്. നമ്മളൊക്കെ ഭയങ്കര ഫ്രണ്ട്സായി കഴിഞ്ഞു. എന്തായാലും ക്രിസ്മസ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ആയി കളർഫുള്ളായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവരും ഇവരുടേതായ രീതിയിലൊക്കെ ആഘോഷങ്ങൾ അത് ഒരുക്കിയിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ റോസ്ലിൻ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. വലിയ രീതിയിലുള്ള പാട്ടും ഡാൻസും പരിപാടികളൊക്കെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇല്ലേ സിസ്റ്റർ? എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടികൾ? ഉഷാറില്ലേ? അതെ അതെ, അവർ വളരെ ആക്റ്റീവാണ്. വളരെ മനോഹരമായിട്ട് പരിപാടികളെല്ലാം അവതരിപ്പിക്കുക അവർ. എത്ര കാലമായി ഇവിടെ ഇങ്ങനെ? 22 വർഷം കഴിഞ്ഞു. ഈ ക്രിസ്മസും എല്ലാം ആഘോഷിക്കാറുണ്ടെങ്കിൽ? എല്ലാം ആഘോഷിക്കും. ആഘോഷത്തിൽ ഒട്ടും പിന്നിലല്ല? അല്ലല്ല, ഒപ്പം എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കും. പിന്നെ എല്ലാവരും കൂടെ നിൽക്കും. ഇവിടെ എത്ര പേരാണ് ഇപ്പോൾ ഉള്ളത് സിസ്റ്ററിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട്? ഇവിടെ എല്ലാം 230 പേര്. 30ഓളം പേരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് സെറ്റാണ്? എല്ലാവരും ഇല്ല, ഏകദേശം മെഡിസിൻ്റെ കൺട്രോളിലായവർ അവർ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ്. സുജ, ഇവിടെ ആഘോഷങ്ങളൊക്കെ അതിൻ്റെ കളർഫുള്ളായി തന്നെ നടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പുതിയ ക്രിസ്മസ് ഉണ്ട്. ഇവിടെ കരോളുണ്ട്, വലിയ രീതിയിലുള്ള പുൽക്കൂടുകളൊക്കെ. അവർ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ അത് അതിൻ്റേതായ പ്രൗഢിയും ഗംഭീരത്തോടും കൂടി തന്നെയാണ് അവരിവിടെ ആഘോഷങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ഒരു ആവേശമാണല്ലോ നമുക്ക് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതേപോലെ കുട്ടികൾ അവരുടേതായ രീതിയിൽ പാട്ടൊക്കെ പാടി, കേക്കൊക്കെ മുറിച്ച്, കരോൾ പാട്ടൊക്കെ പാടി, ആട്ടിടന്മാരുണ്ട്, ഈ കൂട്ടത്തിൽ ആട്ടിടന്മാരുണ്ട്. എല്ലാം ഇവിടുത്തെ അന്തേവാസികൾ തന്നെയാണ്. സ്ത്രീകൾക്കും കുട്ടികളും മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ 320ഓളം പേരാണ് ഈ സ്നേഹതീരം എന്ന ഈ ഒരു അഭയകേന്ദ്രത്തിൽ ഉള്ളത്. ഇവിടെ സിസ്റ്ററിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവർ. ഈ സ്നേഹതീരത്തേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ വാതിലിൽ എഴുതി വെച്ചേക്കുന്ന പോലെ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതും. സിസ്റ്റർ ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. സിസ്റ്റർക്കൊപ്പം അവർ ആടിയും പാടിയും അവരുടെ യാതനകളൊക്കെ മറന്നുകൊണ്ട് ആഘോഷങ്ങൾ അവർ കളർഫുള്ളായി തന്നെ മുന്നോട്ട് പോകുന്നു. കേക്ക് കട്ടിംഗ് ഉണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയാണ് ഇവിടെയും. ആഘോഷങ്ങളിൽ തങ്ങൾ ഒട്ടും പിന്നിലല്ല എന്നുള്ളത് അവർ തെളിയിക്കുകയാണ്. അവർ ഒന്നിച്ച് പാട്ട് പാടുന്നു, അവരൊന്നിച്ച് നൃത്തം ചെയ്യുന്നു, അവരൊന്നിച്ച് കേക്ക് മുറിക്കുന്നു, ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. കേക്ക് മുറിച്ച് ആ മധുരം അവർ ഒന്നിച്ച് വിളമ്പുകയും ചെയ്യുന്നു. സിസ്റ്റർ, നമുക്കിന്നൊരു കേക്ക് മുറിച്ചിട്ടേ ഈ ക്രിസ്മസ് അങ്ങ് ഇരട്ടി മധുരാക്കിയാലോ? അതെ, കേക്ക് മുറിക്കാം, റെഡിയാണ്. ഈ ബാൻഡ് മേളൊക്കെ ഇവർ നേരത്തെ ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണ്? കുട്ടികൾ ഇതൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് ഇപ്പോഴെ തന്നെ? ബാൻഡും അവർക്ക് അവരുടേതായി പരിശീലനം കൊടുക്കുന്നുണ്ട് ഇവിടെ. ആമി കേക്കിന് വേണ്ടിയിട്ട് കരയാണ്. നമുക്കൊന്ന് കട്ട് ചെയ്താലോ? ആമി, എന്റെ ടീം ആമി വിട്ടെന്ന് തോന്നുന്നു. അതെ, എന്റെ ക്രിസ്മസ് ഫ്രണ്ട് വന്നതുപോലെ തന്നെ പോയി. സിസ്റ്റർ, നമുക്കെന്നാ കേക്ക് മുറിക്കാം. സുജിയ, ഇവരുടെ എല്ലാവരും ഞാൻ നേരത്തെ വന്നപ്പോൾ തന്നെ സുജിയോട് പ്രത്യേകം ഒരു മേരി ക്രിസ്മസ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും സുജിയെ വളരെ ഇഷ്ടമാണെന്നുള്ള കാര്യവും കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ പറയുന്നത് ആമി ഭാവി ജേർണലിസ്റ്റാണ്, സുജിയ പാർവതി ആവണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നാണ് മറ്റേ ആളുകളൊക്കെ പറയുന്നത്. ചെറിയ കുട്ടിയാണ്, ചെറിയ വയസ്സാണ്. എന്തായാലും ആമി എന്തായാലും ഹാപ്പിയാണ്. ആമി ഹാപ്പി അല്ലേ? നമുക്ക് അത്രയും സന്തോഷം. ഹായ് സിസ്റ്റർ, താങ്ക് യു. അല്ലേ, എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഹാപ്പി ക്രിസ്മസ് കൊടുത്താലോ? അല്ലേ, എല്ലാവരും കൂടി ചേർന്ന് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ എല്ലാവരും കൂടി ചേർന്ന്. ഒന്നിച്ച് പറഞ്ഞേ, എനർജി ആയിട്ട് പറഞ്ഞേ. സുജ, എന്തായാലും നമ്മളെല്ലാം ഹാപ്പിയാണ്. സ്പെഷ്യലി നമ്മുടെ ആമി വളരെ ഹാപ്പിയാണ്. അപ്പൊ ആമിക്കും റോസ്ലിൻ സിസ്റ്ററിനും വേണ്ടി നമുക്ക് ഇവിടെ അഷിൻ തുടരണം. നമ്മുടെ ഇവിടെ എനിക്ക് 2 ബ്രോസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്റെ ഈ 2 ഫാദർ ബ്രോസ്, അവർക്ക് വേണ്ടി വലതും ഇടതുമായിട്ട് എന്റെ ചങ്കായിട്ട് നിൽക്കുകയാണ്. നമുക്ക് അവർക്കൊരു സമ്മാനം കൊടുത്താലോ? ഒരു പാട്ട് എന്ന് പറയുന്നു സുമേഷ് ബ്രോ. അവർക്കൊരു സമ്മാനം കൊടുക്കാം നമുക്ക്, ഒരു പാട്ട്. അപ്പൊ മ്യൂസിക് ദാ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി, ആ അന്തേവാസികൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ വക ഒരു സമ്മാനം. കണ്ണും കാത്തിരുന്നു, ദാ വരുന്നു മാസ്റ്റർ പീസ് ഇറക്കാൻ പോവുകയാണ് ബ്രോസ്.
കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ കാതോടും കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമാ താരാട്ടു പാടിയുറക്കിടുവാനായി മനതാരിൽ നിലച്ചിരുന്നു ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടു പാടിയുറക്കിടുവാനായി മനതാരിൽ നിലച്ചിരുന്നു ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ദൈവപുത്രൻ പിറക്കുമെന്ന് ദാ പാട്ട് കേട്ടപ്പോ ഉണ്ടല്ലോ സാന്റാക്ലോസിന്റെ യാത്ര കഴിഞ്ഞ് സാന്റാക്ലോസ് ദാ അവിടെ വന്നിട്ടുണ്ട്. ദാ സാന്റാക്ലോസ് ആ മഞ്ഞിൽ ഒളിച്ചിരിക്കുകയാണ്.